നമഃ പാർവതീശം ഭജേ ഹര ഹര മഹാദേവ. ശ്രീജാനകി കാന്തസ്മരണൈ ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്നേഷു യതി സ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രഘുപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ പാരണം ചെയ്തിടുവാനാവോളം വന്നിച്ചിടുന്നേൻ. വാണിയിടുക നാരദവനുടെ നാവുതന്മേൽ
വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനേ യഥാകാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം മാകാലേ കാലേ പാരാദശലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാഭിഷേകിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. ഹരേരാമ ഹരേ രാമ. നമ്മൾ ഇന്ന് 13ാമത്തെ ദിവസമാണ്. ശൂർപ്പണഖ വിലാപമാണ് നമ്മൾ ഇന്നത്തെ രാമായണാമൃതം. എല്ലാവർക്കും നമസ്കാരം. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടും അവനുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലം നേരവും അവളുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനശക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാ എന്നെന്ത് കൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം. നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നത് ചോദിച്ചു കേട്ടേ ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ. രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനെ ഞാൻ. സോദരി ചെന്നാൾ അതു കേട്ടു രാവണനോടു യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു
ഗൗതമതീ തടം പൊക്കാൻ. സാനന്ദം പഞ്ചപടി കണ്ടു ഞാൻ നിൽക്കും നേരം, ആശ്രമത്തിങ്കൽ തത്വരാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീമാരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളൗവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷനാരിമാരെയാൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിദാനം ഗൗരിയും വാണിമാതും ഇന്ദ്രാണിദാനം മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്ന് കൽപ്പിക്കാം വികൽപ്പവും ഇല്ലൽപ്പവും ഇതിനിപ്പോൾ തൊൽപത്നിയാക്കിയിടുവാൻ തക്ക അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽക്കുജാനാസാകർമ്മച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ. വൃത്താന്തം കരനോടു ഞാൻ ചെന്നാൻ ഞാനറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനോട് കേടിനാൻ. ഭസ്മമാക്കിയിടും വിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ മേർ മിഴിയാളാം ജാനകി ദേവിയപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിരെതിർക്കുമ്പോൾ മോഹിപ്പിച്ചതൊരു ജാതി മായയാ. ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികേയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്രയെന്നുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളം ഇതൊരു മർത്യനാൽ. 3:45 നാഴിക കൊണ്ട നേരം ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും. പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നത് നൂനം ഭക്തവത്സനായ ഭഗവാൻ പത്മേഷണൻ. മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തപ്രിയൻ ധാതാവ് മുന്നം പ്രാർത്ഥിച്ചോടുകാരു കാരണമെന്ന് ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നപ്പോൾ എനിക്കൊല്ലു എന്നെ കൊല്ലുവാന് ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലൊന്നും എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാലല്ലല്ലീ
അല്ലലില്ലെന്നുകൊണ്ടും മാനസി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനാനന്ദത്തോടു കൂടി ആനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞ ധരാക്ഷസപ്രബലനും പൂർവവൃത്താന്തം ഓർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശ്വരൻ. രാവണ മാരീച സംവാദം. ഈ കഴിഞ്ഞ ഭാഗം പറഞ്ഞത് രാവണ ഭഗിനി, അതായത് ശൂർപ്പണഖ സഹോദരൻ്റെ മുമ്പിൽ വന്ന വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ശൂർപ്പണഖ ശകലം അല്പം വളച്ചൊടിച്ചാണ് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് മാത്രം. കാരണം രാവണനെ കൊണ്ട് സീതയെ മോഹിപ്പിച്ചിട്ട് ആയിരിക്കും അതേ അവരുടെ ലക്ഷ്യം. അപ്പോൾ എങ്കിലേ രാവണൻ ചെന്ന് രാമനെ കൊല്ലുന്ന ആ രംഗം വരികയുള്ളൂ എന്ന് മനഃപൂർവ്വം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പറയുന്നത്, നിനക്ക് ഏറ്റവും ലോകത്തിലെ എല്ലാ ദേവ അപ്സര സ്ത്രീകൾ, മനുഷ്യർ, അതിലൊക്കെ അതിശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമുള്ള ആ ജാനകീദേവി അല്ലെങ്കിൽ സീതാദേവിയെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത് എത്രയോ നല്ലതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ രാവണ ഭഗിനി, അതായത് ശൂർപ്പണഖ രാവണൻ്റെ മുമ്പിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രത്യേകമായ വികാരം ജനിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇനി രാവണൻ അതിനുള്ള എങ്ങനെയാണ് ഉള്ളതെന്നുള്ള ഒരു ചിലപ്പോൾ രാവണ മാരീച സംവാദമാണ് അടുത്തത്. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുദയവും മദ്രാർത്തി മൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും ഉജടാവൽക്കലാദിയും ധരിച്ചാനന്ദമാത്മാകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ച് ഉറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവിന മാരീചനും ലൗകികാത്മനാഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിൽ അണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു. ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യം, അല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ട് പോൽ രാമലക്ഷ്മണന്മാരെന്നിവരെ ഇതുകാലം കോമളഗാത്രിയായോരങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യേവൻ വന്നു വാഴും നീതവൻ ബലാനന്നുടെ ഭഗിനിതൻ നാസിക കുജങ്ങളും കർണവും ഛേദിച്ച് കേട്ടുടൻ ഖരാദികൾ ചെന്നിരു 14,000
അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിത് 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയാകിയ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവതിന്നു നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന് അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ എപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പന്തിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ നിനക്ക് നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ. നല്ലതേതും നിനക്കരീ തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട കതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൽ പരമാർത്ഥമറിഞ്ഞൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ. പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നും പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതോ വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നത് കേട്ടു ചിന്തിച്ചു വിധാതാവ് മർത്തിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പന്തിഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാ ശ്രീനാരായണൻ താനെന്നു ചിന്തയിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാം. പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭയഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചെന്നാൽ. നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ. പരമാത്മാ താനവരവിന്ദലോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ എല്ലാം നാക്കുവാനാളാരടോ വന്നു നിന്ന ജ്ഞാനം. ഞാൻ ഇങ്ങനെയോർത്താലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങുകയില്ല. നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനീ മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതും ഇന്നുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റ നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലും എങ്കിൽ സാക്ഷാ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്ന
ഉര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തിഗന്ധരം വേരിലമ്മാറും കരേറിനാൻ ചന്ദർബാണനും തേരിലേറിനാൻ അതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസ്യനാനും അന്ധനായി ചമഞ്ഞിതു മാരീചൻ മനോഹരമായോരു പൊന്മാനായി. ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നിഴയിലക്കൽ കൊണ്ടുൾ ചേർത്തു മുഗ്ധഭാവത്തോടോരോടോ ലീലകൾ കാട്ടിക്കാട്ടേ കാട്ടിലുൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമ സ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖേ സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ. കാന്തേ കേൾ നീ രാക്ഷസരക്ഷോ നായകൻ, നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു മധിക്കാവേ ധന്യ രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാശങ്കലാര ആരാണ്ടിരുന്നീടേണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്രം കോമളഗാത്രിയായ മായാസീതയെ തത്രം പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതോ മഹാവിഷ്ണുവുമായുമപ്പോൾ. ഇവിടെ മാരീച രാവണനായിട്ടുള്ള ഒരു ചെറിയ സംവാദമാണ്. മാരീചനെ പറയുകയാണ്. അപ്പം ഈ വിവരം അറിഞ്ഞിട്ട് എങ്ങനെങ്കിലും ഒരു ചെറിയ പോംവഴി കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് ചെല്ലുന്നത് മാരീചൻ്റെ അടുത്താണ്. മാരീചൻ്റെ അടുത്ത് ചെന്നിട്ട് രാവണൻ പറയുക. അപ്പം ചെല്ലുമ്പോൾ മാരീചനെ രാമഭക്തനായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥന ചെല്ലുക. അപ്പോൾ രാവണൻ വരുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷമം സഹിക്കവയ്യാതെ കണ്ണു നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആരാണ് മാരീചൻ? നമ്മുടെ രാവണൻ്റെ സ്വന്തം ആളാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും എതിർത്ത് പറയാനുള്ള ശക്തിയുമില്ല, ഉള്ള കാര്യമില്ല. അപ്പോൾ രാവണൻ വന്നു മാരീചനോട് വിവരങ്ങൾ പറയുന്നു. അതിനുശേഷം മാരീചനോട് പറയാം, നീ ഒരു നല്ല വിചിത്രമായ പൊന്മാനായിട്ട് സ്വർണമാനായിട്ട് നീ വേഷം പോലിട്ട് രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റുക. അപ്പോൾ ഞാൻ ഒരു സന്യാസിയുടെ വേഷം കൊണ്ടിട്ട് ഞാൻ പോയി സീതയെ രഥത്തിൽ കൊണ്ടുപോയിക്കോളാം. നീ അത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. അല്ലെങ്കിൽ അവസാനം പിന്നെ പറയുന്നത്, നീ അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ വാളിന് ഊണാകും, പറഞ്ഞാൽ വാൾക്ക് ഇരയാകും. അതുകൊണ്ട് പെട്ടെന്ന് പോയി ചെയ്യാൻ. അപ്പോൾ അതിനു മുമ്പ് മാരീചൻ പറയുന്നുണ്ട്, ഇത് ആരാണ് ഈ ദുഷ്ട സ്വഭാവം നിന്നിൽ ഏൽപ്പിച്ചത്? രാമൻ സാധാരണ ഒരാളല്ല, നാരായണനാണ്. അതൊന്നും രാവണൻ ചെവിക്കൊണ്ടില്ല. പക്ഷേ ഇത് അറിഞ്ഞു ആര്? ശ്രീരാമചന്ദ്രൻ ഇതറിയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അറിഞ്ഞിട്ട് ദേവിയോട് പറയുകയാണ്, ദേവി മായാ സീതയെ സ്വർണ്ണ അർപ്പണശാലയിൽ, മായാ സീതയെ പർണശാലയിൽ ആയി നിർത്തണം.
നിർത്തിയിട്ട് ഞാനിപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ശ്രീരാമചന്ദ്രനറിയാം, അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത് എന്നത്. സീത അത് തന്നെ ചെയ്യുകയാണ്. കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുവായിട്ട് അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അടുത്തത് മാരീചനെ നിഗ്രഹിക്കുന്ന രംഗമാണ്. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടിലയോ കനകമയ മൃഗം എത്രയും ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. മരുക്കമുണ്ടെത്രയും ഒന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങ് വിളിച്ചിടുക. വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങ് പോന്നീടുക. വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു. സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരോണ്ടു കാനനം തന്നിരങ്ങാം എന്നത് അരുൾ ചെയ്തു. ധർമ്മനുർബാണങ്ങളും എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗൽനാഥൻ. അടുത്തു ചൊല്ലും നേരം വേഗത്തിലോടിക്കളിക്കളഞ്ഞ് അടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം അടുത്തു വരുമപ്പോൾ പിടിച്ചിടാൻ ഭാവിച്ചിടും. പടുത്വമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ട് ഒട്ട ദൂരത്തായതോ നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാപം. ഹാ ലക്ഷ്മണാ മമ ഭ്രാതാവേ സഹോദര. ഹാ മേ വിധിവലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ജമ്മു ലക്ഷ്മണ. മടിയാതെ രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയും നേവം കരഞ്ഞവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടുപോയി. അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പന്തികന്ധരൻ തനിക്ക് അതിനുള്ളുപായം എന്തറിയാതെ അരുൾ ചെയ്യുന്നിതിത്രയെല്ലാം. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി എന്നറിയണം. രാഘവൻ തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടും. രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ടു കണ്ണുനീർ തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിൽ അത്രേ നീയുണ്ടായേ നൂനം ഭർത്തൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ.
ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലല്ലയോ രാമ. നാശാകാംക്ഷിതനായ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നോട് നിയോഗത്താൽ കൂടെ പോന്നിരു നീയും രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചൊല്ലുവന്നൂനം. എന്നുമേ നിനക്കെന്ന് എന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണാദ്യാതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതോ പരംപാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡീ. അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. ഇവിടെ മാരീച നിഗ്രഹമാണ്. ഈ പൊന്മാനായി വന്ന് കണ്ട് സീത പറയുകയാണ്, സീതാദേവി പറയുക, ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള വർണ്ണത്തിലുള്ള സൗന്ദര്യത്തിലുള്ള ഒരു മാനാണ് അത്. നമുക്ക് അതിനെ കളിപ്പാൻ, അതിൻ്റെ കൂടെ കളിപ്പാനും അത് അടുത്ത് വന്നാൽ നല്ലതാണ് കാണുന്നതിന്, എന്തൊക്കെയോ ഒരു ഭംഗിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പിടിച്ച് കൊണ്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ രാമൻ അറിയാം ഇങ്ങനെ ലോകത്തൊരു മാനുണ്ടാകില്ല എന്ന്. രാമന് സത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാം. എങ്കിൽ തന്നെയും രാമൻ ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് കൂടെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ പടിപടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണന് അറിയാം ഇതാരാണെന്നും, ഒറിജിനൽ മാനല്ല, അതായത് ഇത് നമ്മുടെ വേഷം പൂണ്ട് വന്ന് രാമലക്ഷ്മണന്മാരെ സീതാദേവിയിൽ നിന്നും അകറ്റാൻ വേണ്ടിയുള്ളൊരു തന്ത്രമാണ് അവിടെ നടക്കുന്നതെന്ന് ലക്ഷ്മണനറിയാം, രാമനറിയാം. എങ്കിൽ തന്നെ രാമൻ കൂടെ പോകുന്നു. അങ്ങനെ അടുത്ത് ചെല്ലും തോറും കിട്ടുന്നില്ല, വീണ്ടും ഓടിപ്പോകുന്നു. അങ്ങനെ കുറേ ഓടിച്ചിട്ടതിന് ശേഷം പെട്ടെന്ന് രാമനൊരു ശരം അയക്കുന്നു. അത് മാരീചനാണ്, അതായത് ആ പൊന്മാൻ ചാവുകയാണ്. ആ സമയത്ത് എന്താണ് വിളിച്ചു തന്നെ, അതോ കരയുന്ന എങ്ങനാ, ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാഹാമേ വിധിവലം ബാഹിമാം ദയാനിധി. അല്ലയോ ലക്ഷ്മണ സഹോദര, എൻ്റെ വിധിയായിപ്പോയി എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ആര് കേൾക്കണം? സീത കേൾക്കണം. അപ്പോൾ സീതയുടെ ഉള്ളിൽ ഭർത്താവ് മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി ലക്ഷ്മണനെ കൂടെ അവിടെ നിന്ന് മാറ്റണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ഇത് ചെയ്തത്. അങ്ങനെ അപ്പോൾ ലക്ഷ്മണനോട് സീത പറയുന്നുണ്ട്, ആ ജ്യേഷ്ഠൻ എന്തോ സംഭവിച്ചു പോവുക ഓടിക്കുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ഈ ലോകത്തിലെ ഇങ്ങനെ ഒരാളിനെ ഇല്ലാതാക്കാൻ ലോകത്താർക്കും പറ്റത്തില്ല. രാമനെന്ന് കോപിച്ചാൽ അരക്ഷണം കൊണ്ട് ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അത് ഇങ്ങനെ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് സീത ലക്ഷ്മണനോട് അരുതാത്തത് പറയുന്നത്. അപ്പോൾ ശരിയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് ഭാര്യയായിട്ട് കിട്ടണം, അങ്ങനെയുള്ള ഒരു ഗൂഢ തന്ത്രമാണ് നിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ വഴക്ക് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മണനെ രണ്ട് ചെവിയും പൊത്തിയിട്ട് എന്തോ നാശത്തിലാണല്ലോ എന്നറിയാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ലക്ഷ്മണൻ പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ്. അടുത്ത സീതയെ അപഹരിക്കേണ്ടി പോകുന്ന അവസരമാണ്, സീതാപഹരണമാണ് അടുത്തത്. ശ്രീരാമ അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായി അവതരിച്ച് അവനിയിൽ. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു
സന്യാസിയായുടെ ജാങ്കേണ വന്നു നിന്നിതോ ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നീടുക തപോനിധേ. ഭർത്താവുമരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുദ്രുതാഢാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സ്വത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനേ കമനീയാംഗി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠൂരജാതികളാം രാക്ഷസാരാദിയായ ദുഷ്ടജന്തുക്കളുള്ളൂ കാനനഭൂമി തന്നിൽ. നീയൊരു നാരീമണി താനെ വാഴുന്നതെന്താരായുധ പാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നതുണ്ടു താനും. മേദിനീസുതയും അത് കേട്ടുര ചെയ്തിടിനാൾ. മേദിനി പതിവരനാമയോധ്യാധിപതി വട്ടമില്ലാത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനത്ഭുതവീര്യൻ തന്നുടെ ധർമ്മഭക്തി ജനകാത്മജാം. ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു. സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായെഴുന്നള്ളിയേ ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ. നിന്മൂലമതിന്നു നീ പോരേണം മായാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട് രാമനാൽ എന്തു ഫലം. താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ട് അതിഭയത്തോടും വൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ. ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനും. കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തെങ്ങിയിടും ക്രോധം പൂണ്ട മൂർച്ഛിച്ചനായ നേരം. തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം അഞ്ജനാം. ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വരാവനദേവതമാരും രാഘവപത്നിയെയും തേരതിൽ എടുത്തു വെച്ച ആകാശമാർഗേ ശീഘ്രം പോയിതോ ദശാസ്യനും. ഹാ മൽപ്രാണേശ്വരാ പാഹി മാം ഭയാതുരാം. ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ
ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സ്വത്വരമുദ്ധാനം ചെയ്തെത്തി ഞാൻ ജടായുവും. തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കണ്ട് കട്ടുകൊണ്ടിവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശൂനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോഢാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ശുദ്ധരാജനും ഒരു പത്രനാവാനായുള്ളൊരു കുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായ അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രിനാലബ്ധലാലക്ഷുബ്ധമായി ചമയുന്നേതദ്രികൾ ഇളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു. വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു ചെന്നു കൊന്നു തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വാഴ്ത്തി വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസ പ്രവരനം ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയിടത് എന്നാർത്തി പൂണ്ടെഴുന്നൊരു രാത്രിചാരീന്ദ്രനെ പോലെ. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടെഴുന്നൊരു രാത്രിചാരീന്ദ്രനെ അപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷീതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ട് അക്ഷതചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറ്റേറി തെറ്റെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർ തിറ്റു വീഴുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞ് ഉത്തമനായ നിന്റെ ജീവനും പോകായെന്ന പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി. പൃഥ്വീമണ്ഡലം അകന്നാശുമേൽപോട്ട് പോയാൽ അയ്യോ രാഘവ ജഗന്നായകാദയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. ലക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചെന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളണമേ ദേവരാദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമി ദേവിയുമെന്നെ വിഴിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണപാധീപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസാ മഹാ സത്വവാരിധേ നാഥ. ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നർത്തഞ്ചരം ചിത്തവേഗേന നടന്നിടിനാൻ. അതു നേരം പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കും നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം ഭൂഷണ സഞ്ജയമൊഴിച്ചു തന്നുത്തരീയാർദ്ധഖണ്ഡം ഖണ്ഡിച്ചു കൊണ്ടിച്ചു ബന്ധിച്ച് രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന അകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചതു സീതാദേവി. മത്തനാം നക്തഞ്ജനരൻ
അറിഞ്ഞീരതുമപ്പോൾ അബ്ദിയുമുത്തേര്യതൻ പത്തനാം ഗത്വാതൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ ശിംശപാതരിമൂലേ ഹൃദ്യമാരായ നിജരക്ഷാ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യവും ഉൾപ്പുക്കു വസിച്ചിരിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാൾ അതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സംതപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനി ചരകുലനാരികളുടെ മധ്യേ നീഹാര സീതാ തപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യ ജന്മത്തെങ്കിലാർക്കില്ലാത്തു. ഇവിടെ സീതയെ കൊണ്ടുപോകാനായി രാവണൻ വരികയാണ്. ജടയും വൽക്കലവും ധരിച്ച് ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന്, അപ്പോൾ അത് കണ്ട ഉടനെ സീത ഓടിച്ചെന്നിട്ട് ഒരു സന്യാസി വരുന്നത് കണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ അവരെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആദരിച്ച് ഫലമൂലാദികൾ കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അപ്പോഴാണ് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? കോമള രൂപിണിയായ സുന്ദരരൂപിണിയായ വിശ്വമനോഹരിയായ നീ ആരാണ്? എന്തിനാണ് ഇവിടെ ഇങ്ങനെ സന്യാസി വേഷത്തിൽ വനത്തിൽ വസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സീതാദേവി മറുപടി പറയുകയാണ്, ഇവിടെ വളരെയധികം ഹൃദയജന്തുക്കളുള്ള കാട്ടിൽ ഒരു ആയുധവും ഇല്ലാതെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് എന്തിനാണ് ഇവിടെ പാർക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സീതാദേവി പറയുകയാണ്, ഞാൻ ദശരഥ നന്ദനൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായ സീതയാണ്, ജാനകിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ രാമലക്ഷ്മണന്മാർ അച്ഛൻ്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ 14 വർഷം വനവാസത്തിന് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ രാവണൻ പറയുകയാണ്, രാവണൻ കള്ളമൊന്നും പറഞ്ഞില്ല, കറക്റ്റായിട്ട് പറയുകയാണ്, ഞാൻ ലങ്കേശ്വരനായ രാവണനാണ്, എന്നെ ലോകത്തിൽ ആർക്കാണ് അറിയാൻ വയ്യാത്തത്, നീ ഇവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ട, എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയുകയാണ് നേരിട്ട്. അപ്പം ഉടനെ സീതയുടെ ഭാവം മാറുന്നു, ദേഷ്യം വന്നു. ഉടനെ പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഒരു അമ്പ് കൊണ്ട് നിൻ്റെ മാറം പിളർന്ന് നീ മരിക്കും, മാറിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രാവണൻ ഒറിജിനൽ രൂപം കാണിക്കുകയാണ്. 10 തലകളും 20 കൈകളും ഒക്കെ ആയ യഥാർത്ഥ രാവണൻ്റെ രാക്ഷസ രൂപമാണ് അവിടെ കാണുന്നത്. കാണിക്കുമ്പം ഭയപ്പെട്ട് സീത അവിടെ നിൽക്കുന്ന സമയത്ത് സീതയെ അവിടുന്ന് കൊണ്ടുപോവുകയാണ്, തേരിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് ജടായു വരുന്നു. ജടായു രാവണനുമായിട്ട് ശരിക്ക് യുദ്ധം ചെയ്യുന്നു. രാവണൻ്റെ രഥത്തെ കുലുക്കുന്ന ശക്തിമാനാണ്. അപ്പോൾ രാവണൻ്റെ ഈ ജടായുവിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് കുതിരകളുടെ കണ്ണൊക്കെ കീറി കുതിരകളൊക്കെ പോയി. അപ്പം വലിയ വിഷയമായ സമയത്ത് പെട്ടെന്ന് ചന്ദ്രഹാസം എന്ന വാളെടുത്തിട്ട് ജടായുവിൻ്റെ ചിറകുകളൊക്കെ അരിഞ്ഞു വീഴ്ത്തുന്നു. അതിനുശേഷം പോന്നു വേറെ തേരിൽ കയറിയിട്ട് സീതയും കൊണ്ടുപോവുകയാണ്. പോകുന്ന സമയത്താണ് സീത പെട്ടെന്ന് താഴെ 5 വാനരന്മാരെ കാണുന്നു. പെട്ടെന്ന് സീത എൻ്റെ ആഭരണങ്ങളൊക്കെ ഉള്ള ആഭരണങ്ങൾ മുത്തുമാലകളും ഒക്കെ എടുത്തിട്ട് പെട്ടെന്നൊരു ഉത്തരീയത്തിലിട്ട് കെട്ടി താഴോട്ട് ഇടുകയാണ്. എന്തെങ്കിലും എൻ്റെ ഭർത്താവ് അവർ കാണാനുള്ള അവസരം ഉണ്ടാവണേ എന്ന് പറയുന്നു. അതിനു മുമ്പ് നമ്മുടെ ജടായുവിന് മോക്ഷം കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനോട് ഈ വിഷയം പറഞ്ഞ് മാത്രമേ നിനക്ക് മരണം സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് സീതാദേവി അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞത്. അടുത്തത് സീതാന്വേഷണമാണ്. അപ്പം അവർ പോയിട്ട് വരുന്ന ആ രംഗമാണ്.
രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്ത് കൊന്നു വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞില്ലേ അല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്ക് എന്നത്രേ വരൂ രക്ഷോ നായകൻ കൊണ്ടുപോയതു സീതയാ സീതാലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നോ? അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്നു സീത തന്നെ. ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കെണ്ണി തന്നെ തിരഞ്ഞാശു പോയിട്ടെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്താലെന്നാൽ പിന്നെ തൽക്കുലത്തോടുകൂടെ രാവണൻ തന്നെ കൊന്നാൻ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവായാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ. അക്ഷയധർമ്മത്തോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തം മായർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പിച്ചു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ച് അവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കായൊരു ആരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ? എന്തിനു വെടിഞ്ഞു നീ രക്ഷ? രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്കെന്തെന്നോ അരുതാത്തതൊന്നോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നന്നുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുങ്ങിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യന്തർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി പരാചിത്തമോഹവും വേണ്ട. സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇത് നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചെന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും മുര ചെയ്താളെന്നോട് പലതരം. ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ ചെന്നു ചൊല്ലുവാൻ പണിയെന്ന സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചത് പോന്നത് സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ? ദുർവചനങ്ങൾ കേട്ടാൻ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയും എന്നു നീ അറിയുന്നതല്ലോ. രാക്ഷസാംബരിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കൊള്ളുകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൽ നിഷ്കളാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജനകീ ദേവി ഹാഹാ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പയെന്നായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നീടു മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുണ്ടോ കണ്ടു? വനജേക്ഷണനായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു?
മൃഗലോചനായ ജനകീപുത്രീ തന്നെ പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. പത്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം, വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പോണ്ടു സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീരല്ലോ. സർവദൃക്സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാൻ സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയും ഇല്ല ജ്ഞാനം ഇല്ലാകയാൽ. ഹരേ രാമ ഹരേ രാമ. ഇവിടെ സീതാന്വേഷണമാണ്. അപ്പം രാമൻ മാരീചനെ കൊന്നിട്ട് നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മണൻ്റെ വരവ്. ലക്ഷ്മണനെ കണ്ടപ്പം പെട്ടെന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ആവുകയാണ്. പക്ഷേ രാമൻ മനസ്സിലായി സീതാദേവിയെ മായാസീതയെ അല്ലാത്ത മനുഷ്യ രൂപമുള്ള സീതയെ കൊണ്ടുപോയി. അതായത് സ്തൂപ ശരീരമല്ലേ. മറ്റേത് മായാദേവിയെ ഇവിടെ പർണശാലയിൽ ഒതുക്കി വൈകുണ്ഠത്തിലാക്കിയിരിക്കുകയാണ്. അപ്പം സീതയാണ് ബാക്കിയുള്ള ഈ ശീലയാണ് കൊണ്ടുപോകുന്നത്, സീതാദേവിയെ കൊണ്ടുപോകുന്ന രാവണൻ. ഇതറിയാം ആർക്ക്? ഭഗവാൻ അറിയാം. അപ്പോൾ ഇത് ലക്ഷ്മണനോട് പറയണോ പറയണ്ട എന്നുള്ള ഒരു ചിന്തയിലാണ് ശ്രീരാമദേവൻ. അപ്പോൾ അതിനുശേഷം ലക്ഷ്മണൻ വരുന്നു. ലക്ഷ്മണനോട് ചോദിക്കുന്നു, നീ സീതയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയോ? ആരെങ്കിലും ക്രൂര ജന്തുക്കളോ ഒന്ന് ഭക്ഷിച്ച് തിന്നത്തില്ലയോ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. ജനജൻ്റെ അനുജ ലക്ഷ്മണ എന്ന് വിളിച്ച് കരഞ്ഞ് അത് കേട്ട് അതുകൊണ്ട് പെട്ടെന്ന് പോയി രക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി വിഷയം പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല, കേൾക്കരുതാത്ത വാക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ദേഷിച്ച് വിഷമിച്ചിഞ്ഞ് പോന്നതാണ് പേടിച്ച്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ശ്രീരാമൻ ശരിക്കും പറഞ്ഞാൽ രാമനായി മനുഷ്യനായി തന്നെ അവതരിച്ചു. ആ ഒരു രൂപത്തിലൂടെ അങ്ങനെയാണ് ലക്ഷ്മണൻ്റെ മുമ്പിലും ഒക്കെ ഇങ്ങനെ ആയിട്ട് തന്നെ താൻ യഥാർത്ഥമായ ഒരു മനുഷ്യൻ്റെ എല്ലാവിധമായ ചേഷ്ടകളോടുമാണ് ശ്രീരാമചന്ദ്രന് അവിടെ ജീവിക്കുന്നത്. അപ്പം അത് പറയുന്നുണ്ട്, തത്വജ്ഞന്മാർക്കു സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനം ഇല്ലായകയാൽ. അജ്ഞാനം അതായത് വിവരമുള്ളവർക്ക് ഈ ദുഃഖം എന്ന് പറയുന്ന സുഖവും ദുഃഖവും അവർക്കൊരുപോലെയാണ്. പക്ഷേ അജ്ഞന്മാരായിട്ടുള്ളവർക്ക് അതങ്ങനെയല്ല എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അതാണ് ഇനി അടുത്തത് നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ളതാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരി ഓം. ചെറിയ രീതിയിലൊരു അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിശദമായിട്ട് പറയുന്നത് നമ്മൾ അനുചിതമാണ്. അപ്പം ഉചിതമല്ലാത്തത് കൊണ്ട് ചെറിയതായിട്ടൊരു സൂചന മാത്രമേ ഉള്ളൂ. അന്ന് വായിക്കുന്നതിൻ്റെ ആ സമയത്തൊന്ന് ചെറിയ ഒരു അർത്ഥം പോലെ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.